ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് പാൻ കേക്കാണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. ഈ 5-6 ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആണ് എടുത്തേക്കണത്. ഈ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് പീസ് ആക്കിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മിക്സ് പൊടിക്കുമ്പോൾ ഞാൻ മധുരം ആഡ് ചെയ്യുന്നില്ല, ബിസ്ക്കറ്റിന് തന്നെ നല്ല മധുരമുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുത്ത് ബിസ്ക്കറ്റിൻ്റെ കൂടെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും മിക്സ് ബൗളിലേക്ക് ഇടാം. 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പാൽ ആഡ് ചെയ്യുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ കുഴച്ച് ഇതൊരു ഡോ ആക്കി എടുക്കാം. നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഡോ ആയി കിട്ടൂട്ട. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഈ ഡോ ഇനി ബിസ്ക്കറ്റ് ഷേപ്പിലാക്കി എടുക്കണം. നമ്മളൊരു ഷേപ്പ് ആക്കി എടുത്തു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഡോ മുഴുവനും അതുപോലെ ആക്കി എടുക്കാം. ബിസ്ക്കറ്റിന്റെ മിക്സ് ഷേപ്പ് ആക്കി എടുത്തു. ഇത് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ വാനില എസൻസ്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തെടുത്തു. 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്. എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇനി എല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ഈ പാകത്തിന് വേണം ബാറ്റർ. പാല് ആവശ്യം വരികയെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തോളൂ കേട്ടോ. ബാച്ചിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇത് പൈപ്പിംഗ് ബാഗിലേക്ക് തന്നെ മാറ്റണം എന്നില്ല കേട്ടോ. നമുക്ക് പാനിലേക്ക് കയ്യിൽ എടുത്ത് അതിൽ കോരി ഒഴിച്ചാലും മതി. ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആവും വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യണം. അതിലേക്ക് ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ബാറ്റർ ഒന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ബിസ്ക്കറ്റിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രെഡ് ചെയ്യാം. കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. അത് വൈറ്റ് കളറാ ബ്ലാക്ക് കളറാ ഏതായാലും കുഴപ്പമില്ല. അല്ല, ഇതിന് വേറെ നിങ്ങൾക്ക് കപ്പലണ്ടി വെക്കാം, നട്ട്സ് വെക്കാം. ഇതിൻ്റെ മുകളിലും ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അത് കറക്റ്റ് ഷേപ്പായി കിട്ടുള്ളൂ. നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടി റെഡിയാക്കി എടുക്കാം. ഇനി നിങ്ങൾ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും ചെയ്യും. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.